നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇടത് ഐക്യമുന്നണികൾ കേരളത്തിന്റെ സംസ്കാരം നശിപ്പിച്ചെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡ. മോദിയെപ്പോലെ കേരളത്തെ പരിഗണിച്ച മറ്റൊരു പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പാലക്കാട്ട് പൌരപ്രമുഖരുമായി കേന്ദ്രമന്ത്രി കൂടിയായ ജെ.പി. നഡ്ഡയുടെ മുഖാമുഖം. കേരള സർക്കാർ ലക്ഷണമൊത്ത അധോലോക സംഘമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ. കേരളത്തിൽ എഡിജിപിയുടെ നേതൃത്വത്തിൽ നിയമവിരുദ്ധ ഫോൺ ചോർത്തൽ നടക്കുന്നുവെന്ന പി.വി. അൻവർ എം.എൽ.എയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നുവെന്ന് മുൻ കേന്ദ്രമന്ത്രി വി. മുരളീധരൻ. കോൺഗ്രസുമായി അകന്ന സിപിഎം സഹയാത്രികനായ എ.വി. ഗോപിനാഥ് പാലക്കാട്ട് ബിജെപി വേദിയിൽ. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക ഓണത്തിന് മുൻപ് നൽകണമെന്ന് കേരള ആർട്ടിസാൻസ് യൂണിയൻ CITU. ഇതുൾപ്പെടെ 8 ആവശ്യങ്ങൾ ഉന്നയിച്ച സംസ്ഥാന വ്യാപക പ്രതിഷേധം. താലൂക്ക് ഓഫീസുകളിലേക്ക് തൊഴിലാളികളുടെ മാർച്ചും ധർണയും. കാപ്പ നിയമ ലംഘനത്തിനെതിരെ തൃശൂർ ജില്ലയിൽ ശക്തമായ നടപടിയുമായി പോലീസ്. പ്രവേശന വിലക്ക് ലംഘിച്ച് നാട്ടിലെത്തിയ ചേലക്കര സ്വദേശി അറസ്റ്റിൽ. പിടിയിലായത് ചേലക്കര പോലീസിന്റെ റൌഡി ലിസ്റ്റിലുള്ള പരക്കാട് രവിഭവനിൽ 37 വയസ്സുള്ള അജീഷ്. ദേശമംഗലത്ത് വീട്ടിൽ അനധികൃതമായി സൂക്ഷിച്ച മദ്യശേഖരവുമായി മധ്യവയസ്കൻ അറസ്റ്റിൽ. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തന സജ്ജമാക്കണമെന്ന് മുസ്ലിം ലീഗ്. ഡയാലിസിസ് യൂണിറ്റിനായി കെട്ടിടം നിർമ്മിച്ച് 2 വർഷമായിട്ടും തുടർ പ്രവർത്തനമില്ലാത്തത് പ്രതിഷേധാർഹം. കിഡ്നി രോഗികൾക്ക് പട്ടാമ്പി നഗരസഭ 3 വർഷം മുമ്പ് പ്രഖ്യാപിച്ച 4000 രൂപ പ്രതിമാസ ധനസഹായം ഇന്നേവരെ ആർക്കും ലഭിച്ചില്ലെന്നും ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി. ഒറ്റപ്പാലം വരോട് ഡാർക്ക് സ്റ്റോൺ ക്വാറിക്കെതിരെ CPM നേതൃത്വം നൽകുന്ന ജനകീയ സമരസമിതി. പരിസ്ഥിതിക്കും ജനജീവിതത്തിനും ഭീഷണിയായ ക്വാറി പ്രവർത്തനം അവസാനിപ്പിക്കണം. 3, 4 തീയതികളിൽ ക്വാറിക്ക് മുന്നിൽ രാപ്പകൽ സമരം. 7 നിമിഷവും പാലക്കാടിനെയും പ്രകൃതി ദുരന്തം വിഴുങ്ങാമെന്ന് കാൻഫഡ്. അനധികൃത നിർമ്മാണവും നിയമവിരുദ്ധ ക്വാറി പ്രവർത്തനവും തടഞ്ഞില്ലെങ്കിൽ ജില്ലയെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമെന്ന് കാൻഫഡ് ഭാരവാഹികൾ. ദുരന്ത സാധ്യത സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് കൈമാറും. 7 പാലക്കാട്ട് ഭൌമശാസ്ത്രജ്ഞരും പരിസ്ഥിതി പ്രവർത്തകരും പങ്കെടുക്കുന്ന സെമിനാർ നടത്തുമെന്നും ഭാരവാഹികൾ. ഭൌതിക രക്തസാക്ഷികളുടെ സ്മരണയിൽ കുഴൽമന്നത്ത് കേരള യുക്തിവാദി സംഘത്തിന്റെ സംവാദം. യുക്തിവാദി സംഘം ജില്ലാ കമ്മിറ്റി സംവാദം സംഘടിപ്പിച്ചത് തലമുറ വ്യത്യാസം, സംഘർഷവും സമന്വയവും എന്ന വിഷയത്തിൽ. തലമുറകൾ തമ്മിലുള്ള ആശയ സംഘർഷം കാലത്തിന്റെ അനിവാര്യതയെന്ന വിലയിരുത്തൽ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പട്ടാമ്പി റീജിയണൽ സെന്റർ സെപ്റ്റംബർ 9 പ്രവർത്തനം ആരംഭിക്കും. സെന്റർ പ്രവർത്തിക്കുക ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ പരിഷ്കാരങ്ങൾക്ക് രൂപം നൽകിയാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനമെന്ന് അധികൃതർ. വാർത്തകൾ വിശദമായി. ഇടത് ഐക്യമുന്നണികൾ കേരളത്തിലെ സംസ്കാരം നശിപ്പിച്ചെന്ന് BJP ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡ. മോദിയെപ്പോലെ കേരളത്തെ പരിഗണിച്ച മറ്റൊരു പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി കൂടിയായ ജെ.പി. നഡ്ഡ പറഞ്ഞു. പാലക്കാട്ട് ജില്ലയിലെ പൌരപ്രമുഖരുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസത്തിന്റെയും ആരോഗ്യ മികവിന്റെയും നാടായിരുന്ന കേരളത്തെ ഇടത് ഐക്യമുന്നണികളുടെ ഭരണം പലായനത്തിന്റെ നാടാക്കി മാറ്റിയെന്ന് ജെ.പി. നഡ്ഡ ആരോപിച്ചു. അഴിമതിയിൽ മുങ്ങിയ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും പ്രതിയായി. ഇതിലൊന്നും ഇവർക്ക് യാതൊരു അപമാനവും തോന്നുന്നില്ല. കേന്ദ്ര അവഗണനയാണ് ആരോപിക്കപ്പെടുന്നത്. എന്നാൽ കേരളത്തോട് ഇത്രയേറെ അനുകൂല നിലപാട് സ്വീകരിച്ച മറ്റൊരു പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ലെന്നും ജെ.പി. നഡ്ഡ ചൂണ്ടിക്കാട്ടി. We believe in reform, perform and transform. We need transformation, but for that we need reformation. And you have to perform. And that is how you bring transformation, and so we have gone in that direction. We can also say that we believe and we have been working with zero corruption tolerance. Hope, I do not only hope, I am confident that in 2026 you will certainly send your member of Legislative Assembly from Palakkad. BJP പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പൗരപ്രമുഖരുടെ യോഗം സംഘടിപ്പിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു.
മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, സംസ്ഥാന സെക്രട്ടറി സി കൃഷ്ണകുമാർ, ട്രഷറർ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ്, ജില്ലാ പ്രസിഡന്റ് ഹരിദാസ്, നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. പൗരപ്രമുഖരുമായി സംവാദവുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഭരണപക്ഷ എംഎൽഎയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന് അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെയും സിപിഎം സെക്രട്ടറിയുടെയും മൗനം ദുരൂഹമാണെന്നും കെ സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു. ഇടതു സർക്കാർ ലക്ഷണമൊത്ത അധോലോക സംഘമാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. കേരളത്തിലേത് സർക്കാരല്ല, അധോലോക സംഘമാണെന്ന് കെ സുരേന്ദ്രൻ ആക്ഷേപിച്ചു. അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഭരണപക്ഷ എംഎൽഎ നടത്തിയത്. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയോ സിപിഎം സംസ്ഥാന സെക്രട്ടറിയോ ശബ്ദിക്കുന്നില്ല. കേരളത്തിൽ സമ്പൂർണ്ണ നിയമവാഴ്ചയുടെ തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. സ്വർണ്ണ കള്ളക്കടത്ത് സംഘങ്ങളെയും കള്ളക്കടത്ത് നടത്തുന്നവരെയും ADGP സംരക്ഷിക്കുകയാണ്. മയക്കുമരുന്ന് സംഘങ്ങളെ SP അടക്കമുള്ളവർ സംരക്ഷിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ചേർന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും മാഫിയ പ്രവർത്തനങ്ങളും നടത്തുകയാണ്. കേരളം ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത അതീവ ഗുരുതരമായ ആരോപണമാണ് PV അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണങ്ങൾ ശരിവെക്കുന്നതുകൊണ്ടാണോ മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുന്നതെന്ന് കെ സുരേന്ദ്രൻ ചോദിച്ചു. സംസ്ഥാന മുഖ്യമന്ത്രിയോ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയോ അതിനെക്കുറിച്ച് ഒരു അക്ഷരം ശബ്ദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിയമവാഴ്ച പൂർണ്ണമായിട്ട് തകർന്നു എന്നാണ് അത് മനസ്സിലാക്കുന്നത്. സമ്പൂർണമായിട്ടുള്ള നിയമവാഴ്ചയുടെ തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഏതെങ്കിലും പ്രതിപക്ഷ നേതാക്കളല്ല, CPMന്റെ തന്നെ MLA ആണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് കള്ളക്കടത്ത് സംഘങ്ങളും കൊലയാളി സംഘങ്ങളും മയക്കുമരുന്ന് മാഫിയകളും അവിടെ പ്രവർത്തിക്കുന്നതാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നവരെയും അത് കഴിഞ്ഞ് സ്വർണം തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നവരെയും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ADGP സംരക്ഷിക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്തിനും കൊട്ടേഷൻ സംഘങ്ങൾക്കും ക്രമസമാധാന ചുമതലയുള്ള ADGP നേതൃത്വം നൽകുന്നു. മയക്കുമരുന്ന് സംഘങ്ങളെ SP അടക്കമുള്ള ആളുകൾ സംരക്ഷിക്കുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGPയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ചേർന്ന് മാഫിയ പ്രവർത്തനങ്ങളും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും നടത്തുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു. പോലീസിനെ അതിൽ ഉപയോഗിക്കുന്നു. മയക്കുമരുന്ന് സംഘങ്ങൾക്കുള്ള സഹായം ചെയ്യുന്നു. കൊലപാതകങ്ങൾ നടത്താൻ പോലും മടിയില്ലാത്തവരാണ്. നോക്കൂ, കേരളം ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത അതീവ ഗുരുതരമായ ആരോപണമാണ്. ആരോപണങ്ങൾ തെറ്റെങ്കിൽ അൻവറിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? മന്ത്രിമാരുടെയും നേതാക്കളുടെയും ഫോൺ ചോർത്തുന്നത് രാജ്യദ്രോഹമാണ്. ഒരന്വേഷണത്തിന് ഉത്തരവിടാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല. സംസ്ഥാന സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികതയില്ലെന്നും സർക്കാർ രാജിവെക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. PV അൻവർ MLAയുടെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. പൂരം കലക്കിയതുകൊണ്ടാണ് സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചതെന്ന വാദം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ആ വിഷയം ഇപ്പോൾ പ്രധാനമല്ലെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നിയമവിരുദ്ധ ഫോൺ ചോർത്തൽ എന്തിനെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേരളത്തിൽ ADGPയുടെ നേതൃത്വത്തിൽ നിയമവിരുദ്ധ ഫോൺ ചോർത്തൽ നടക്കുന്നു എന്ന PV അൻവർ MLAയുടെ വെളിപ്പെടുത്തൽ ഗൗരവകരമാണെന്നും വി മുരളീധരൻ പാലക്കാട്ട് പറഞ്ഞു. ഫോൺ ചോർത്തൽ വ്യക്തിയുടെ മേലുള്ള കടന്നുകയറ്റമാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഭരണഘടനയുടെ 22-ാം വകുപ്പ് അനുശാസിക്കുന്ന ജീവിത സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമാണ് ഫോൺ ചോർത്തലെന്ന് വി മുരളീധരൻ ചൂണ്ടിക്കാട്ടി. പെഗാസസ് ഫോൺ ചോർത്തലെന്ന വ്യാജ ആരോപണവുമായി സുപ്രീംകോടതിയിൽ വരെ പോയ CPM കേരളത്തിൽ നടക്കുന്ന കാര്യത്തിൽ നിലപാട് പറയണം. ഏകാധിപത്യ ഭരണം അടിച്ചേൽപ്പിക്കാനും പ്രതിപക്ഷ നേതാക്കളെ വിരട്ടാനും കേന്ദ്ര സർക്കാർ ഫോൺ ചോർത്തുന്നു എന്നാരോപിച്ച CPMന് പിണറായി വിജയന്റെ വിശ്വസ്തനായ ADGPയുടെ നടപടിയിൽ എന്തുണ്ട് ഉത്തരമെന്ന് മുരളീധരൻ ചോദിച്ചു. കേരളത്തിലെ ഭരണകക്ഷിയുടെ MLA നടത്തുന്നു എന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, കേരള പോലീസിലെ ADGP അനധികൃതമായിട്ട് ഫോൺ ചോർത്തൽ നടത്തുന്നു എന്ന് ഭരണകക്ഷിയുടെ MLA പറഞ്ഞിരിക്കുകയാണ്. ഗുരുതര
ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ഈ ഭരണകക്ഷി MLA-ക്കെതിരായിട്ട് ഒരു നടപടിയും ഒരു പരാമർശവും നടത്താൻ ഇതുവരെ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറല്ല. അതുമാത്രമല്ല, കേരളത്തിൽ നടക്കുന്ന ഈ ഗുരുതരമായിട്ടുള്ള സംഭവം വലിയ കുറ്റകൃത്യമാണെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, ഫോൺ ചോർത്തൽ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, ഈ കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തിട്ടുള്ള സമീപനം, മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടുള്ളത് പെഗാസസ് പോലെയുള്ള സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞിരുന്നത് ഭരണകൂടം വ്യക്തികളെ ഭീഷണിപ്പെടുത്താനും അതോടൊപ്പം ബ്ലാക്ക്മെയിൽ ചെയ്യാനും ഉപയോഗിക്കുന്ന ആയുധമാണ് ഫോൺ ചോർത്തൽ എന്നാണ്. രാഹുൽ ഗാന്ധിയുടെ പാർട്ടി വിഷയം ഏറ്റെടുക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു. കേരളത്തിന് നട്ടലുള്ള മുഖ്യമന്ത്രിയില്ല. കേരള പോലീസ് അധോലോക സംഘമായി മാറി. PV അൻവറിനെ CPM ഭയപ്പെടുകയാണെന്നും വി മുരളീധരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോൺഗ്രസുമായി അകന്ന CPM സഹയാത്രികനായ AV ഗോപിനാഥ് പാലക്കാട്ട് BJP വേദിയിൽ. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ വിളിച്ചു ചേർത്ത ജില്ലയിലെ പൗരപ്രമുഖരുടെ യോഗത്തിലാണ് AV ഗോപിനാഥ് പങ്കെടുത്തത്. പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ AV ഗോപിനാഥിന്റെ കളംമാറ്റം രാഷ്ട്രീയ സമവാക്യത്തിന് പുതിയ മാനങ്ങൾ നൽകിയിരിക്കുകയാണ്. ഏറെക്കാലമായി കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന മുൻ DCC പ്രസിഡന്റ് കൂടിയായ AV ഗോപിനാഥ് CPMുമായി ഏറെ അടുപ്പത്തിലായിരുന്നു. നവകേരള യാത്രയിൽ പിണറായിക്കൊപ്പം വേദി പങ്കിട്ട AV ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്കു വേണ്ടി രംഗത്തിറങ്ങിയിരുന്നു. കോൺഗ്രസുകാരനാണെന്ന് പറയുകയും CPM അനുകൂല നിലപാട് തുടരെ സ്വീകരിക്കുകയും ചെയ്ത AVയെ കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും തഴഞ്ഞ സ്ഥിതിയാണ്. AV ഉയർത്തുന്ന വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും കോൺഗ്രസ് ചെവി കൊടുക്കാതായതോടെ തീർത്തും തിരശ്ശീലയ്ക്ക് പിന്നിലായ സ്ഥിതിയിലാണ് അദ്ദേഹം ഇപ്പോൾ. CPM നൽകിയ വാഗ്ദാനം നിറവേറ്റാത്തതിലെ നിരാശയാണ് AV BJP വേദിയിൽ എത്താനിടയാക്കിയതെന്നാണ് നിരീക്ഷണം. AV ഗോപിനാഥിന്റെ സാമുദായിക പിന്തുണ ഉപതെരഞ്ഞെടുപ്പിൽ ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് BJP വേദിയിൽ എത്തിക്കാനിടയായതെന്നും നിരീക്ഷണമുണ്ട്. എന്നാൽ ജില്ലയിലെ കാർഷിക വ്യവസായ പ്രശ്നങ്ങൾ ധരിപ്പിക്കാനാണ് എത്തിയതെന്നും ഇതിൽ രാഷ്ട്രീയമില്ലെന്നുമാണ് AV ഗോപിനാഥിന്റെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 8 ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി താലൂക്ക് ഓഫീസുകളിലേക്ക് കേരള ആർട്ടിസാൻസ് യൂണിയൻ CITU മാർച്ച്. ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ തൊഴിലാളി മാർച്ച് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി നെടുവത്തൂർ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക ഓണത്തിന് മുമ്പ് നൽകുക, കുടിശ്ശികയായ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് സെസ് പിരിവ് ഊർജിതമായി നടത്തുക, സെസ് പിരിവിനെതിരെയുള്ള കള്ളപ്രചരണം അവസാനിപ്പിക്കുക, നിർമ്മാണ ക്ഷേമനിധി പെൻഷൻ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുക, കമ്പി, സിമന്റ്, മറ്റ് നിർമ്മാണ വസ്തുക്കളുടെ വിലക്കയറ്റം തടയുക തുടങ്ങി 8ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ആർട്ടിസാൻസ് യൂണിയൻ CITU ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിന് ശേഷം നടന്ന ധർണ യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി നെടുവത്തൂർ സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു. പ്രക്ഷോഭത്തിലൂടെ ഉയർത്തിയ ഡിമാൻഡുകൾ തന്നെയാണ് കേരള ആർട്ടിസാൻസ് യൂണിയനും ആവർത്തിക്കുന്നത്. ഈ മുദ്രാവാക്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും ഗവൺമെന്റ് വിരുദ്ധ പ്രചാരകരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും അതിലൂടെ ഇടതുപക്ഷ മതേതര പ്രസ്ഥാനങ്ങളെയും തകർക്കാൻ കഴിയുന്ന വിധത്തിൽ പ്രചാരവേലകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂണിയൻ ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി M സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് S കൃഷ്ണദാസ്, K ഭാസ്കരൻ, TP ഭാസ്കരൻ, K കനകരാജൻ, KK ചന്ദ്രൻ, PK ശശി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
ചേലക്കരയിൽ കാപ്പ നിയമം ലംഘിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാപ്പ നിയമപ്രകാരം തൃശൂർ ജില്ലയിൽ പ്രവേശന വിലക്കുള്ള ചേലക്കര പരക്കാട് രവിഭവനിൽ 37 വയസ്സുള്ള അജീഷാണ് അറസ്റ്റിലായത്. ചേലക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് അറസ്റ്റിലായ അജീഷ്. സ്റ്റേഷൻ റൌഡി കൂടിയായ അജീഷിനെ കഴിഞ്ഞ 4 മാസമായി തൃശൂർ ജില്ലയിൽ നിന്ന് കാപ്പ ചുമത്തി നാടുകടത്തിയിരുന്നു. എന്നാൽ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ചേലക്കരയിലെത്തിയ പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കാപ്പ നിയമം ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച ഏതാനും പേരെ കഴിഞ്ഞ ദിവസവും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ പരിഷ്കാരങ്ങൾക്ക് രൂപം നൽകി പ്രവർത്തിച്ചുവരുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പട്ടാമ്പി റീജിയണൽ സെന്ററിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം സെപ്റ്റംബർ 9 ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലാണ് സെന്ററിന്റെ പ്രവർത്തനം. +2 കഴിഞ്ഞ ആർക്കും ബിരുദമെടുക്കാൻ സൗകര്യം ഉണ്ടെന്നും ബന്ധപ്പെട്ട അധ്യാപകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. +2 കഴിഞ്ഞ ആർക്കും ബിരുദമെടുക്കാൻ സൗകര്യവുമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പട്ടാമ്പി റീജിയണൽ സെന്റർ പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിലും ഉടൻ ആരംഭിക്കുന്നതായി ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം സെപ്റ്റംബർ 9 ഉച്ചതിരിഞ്ഞ് 3 ശ്രീ നീലകണ്ഠ ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ വെച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും. മുഹമ്മദ് മുസിൻ MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ ടി പി ഷാജി, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിക്കും. കേരളത്തെ സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് പരിപാടി. 28 UG PG പ്രോഗ്രാമുകളിൽ 16 UG പ്രോഗ്രാമുകളും 12 PG പ്രോഗ്രാമുകളും ആണുള്ളത്. ഈ മാസം 25 വരെ അപേക്ഷിക്കാം. നിലവിൽ 23 പഠനകേന്ദ്രങ്ങളായി 22,000-ഓളം പഠിതാക്കൾ പഠിക്കുന്നു. ഇത്തവണ 50,000 പഠിതാക്കളെ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രായപരിധിയില്ലാതെ അർഹരായ എല്ലാവർക്കും പഠിക്കാൻ അവസരമൊരുക്കും. PSC, UPSC അംഗീകാരങ്ങൾ ഇവയ്ക്കുണ്ട്. പുതിയ കാലഘട്ടത്തിന് അനുസരിച്ച് ആവശ്യമായ നൈപുണ്യ വികസനം, തൊഴിലധിഷ്ഠിത സ്കിൽ, വ്യവസായശാലകളിലെ പരിശീലനം എന്നിവയ്ക്ക് ഊന്നൽ നൽകി പരിഷ്കരിച്ചതാണ് സിലബസ്. UGC റെഗുലേഷൻസ് 2020 റെഗുലേഷൻ 22 പ്രകാരം റെഗുലർ മോഡിലൂടെ ലഭിക്കുന്ന ഡിഗ്രിയും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് മോഡിലൂടെ ലഭിക്കുന്ന ഡിഗ്രിയും തുല്യമാണ്. നിലവിൽ ഒരു അക്കാദമിക് പ്രോഗ്രാം ചെയ്യുന്നവർക്കും യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു ഡിഗ്രി പ്രോഗ്രാമിന് ഒരേ സമയം പഠിക്കാം. TC നിർബന്ധമല്ല. പല കാരണങ്ങൾ കൊണ്ട് പഠനം പാതി വഴിയിൽ നിർത്തേണ്ടി വന്നവർക്കും ബിരുദം നേടാനാവുമെന്നും ബന്ധപ്പെട്ട അധ്യാപകർ പറഞ്ഞു. 28 പ്രോഗ്രാം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് കേരള യൂണിവേഴ്സിറ്റി ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയത് ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റിയും നടത്തിക്കൊണ്ടിരുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒരു 50 കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി സ്ഥാപിച്ച യൂണിവേഴ്സിറ്റി. ആ പ്രകാരം നമ്മൾ ആൾറെഡി 28 പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അടുത്ത വർഷം ബാക്കി 1-2 MBA, MCA, MA സൈക്കോളജി, MSW ഇൻക്ലൂഡിംഗ് റിസർച്ചിനെ എല്ലാം നമ്മൾ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. ഈ മീറ്റിംഗ് മെയിനായിട്ട് ഞാൻ വിളിച്ചത് നമുക്ക് 5 ആർട്സ് സെൻറ്റേഴ്സ് ഉള്ള ബിസിനസ് സെൻറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ തൃപ്പൂണിത്തുറ ആർട്സിൻ്റെ ഇനാഗ്രേഷൻ രാജീവ് സാറ് കഴിഞ്ഞ മാസം ചെയ്തു. ഈ മാസം 9-ാം തീയതി ബഹുമാനപ്പെട്ട എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പട്ടാമ്പി റീജിയണൽ സെൻറ്റർ ഇനാഗ്രേഷൻ. നിങ്ങളെ അതിനും കൂടെ ക്ഷണിക്കാൻ വേണ്ടിയാണ് നാം ഈ മീറ്റിംഗ് വിളിച്ചത്. 3 മണിക്കാണ്. നിങ്ങളെല്ലാവരും വരണം. അതിനു വേണ്ടിയിട്ടാണ് മീറ്റിംഗ് വിളിച്ചത്. റഫറൻസ് ലൈബ്രറി, കലോത്സവം, ജയിൽ അന്തേവാസികളുടെ തുടർ പഠനം, അനാഥാലയത്തിലെ അന്തേവാസികൾക്ക് ഫീസ് കൺസെഷൻ, ഭവനരഹിതമായ പഠിതാക്കൾക്ക് വീട് നിർമ്മിച്ചു നൽകൽ തുടങ്ങി നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങളും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നടന്നുവരുന്നതായി ബന്ധപ്പെട്ട അധ്യാപകർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ VP ജഗതിരാജ്, പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ SV സുധീർ, പട്ടാമ്പി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ജോജോ മോൻ, LSC കോർഡിനേറ്റർ ഡോക്ടർ KP രാജേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അനീതിയും ഇരട്ടത്താപ്പും ആരോപിച്ച് ഷൊർണൂർ 2nd വില്ലേജ് ഓഫീസിന് മുന്നിൽ കൗൺസിലറുടെ കുത്തിയിരിപ്പ് സമരം. ഭൂനികുതി കുടിശ്ശിക സംബന്ധിച്ച സമാന വിഷയത്തിൽ വില്ലേജ് ഓഫീസർ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചെന്നാരോപിച്ചാണ് കൗൺസിലർ ഷൊർണൂർ വിജയൻ പ്രതിഷേധിച്ചത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നയം അവസാനിപ്പിക്കുക. 2 പേർക്ക് 2 നീതിയുള്ള ഈ വില്ലേജ് ഓഫീസർ ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കുക. ഭൂനികുതി കുടിശ്ശിക അടയ്ക്കാൻ തയ്യാറായി വില്ലേജ് ഓഫീസിലെത്തിയ 2 പേർക്ക് 2 തരം അനുഭവമുണ്ടായെന്നാണ് കൗൺസിലറുടെ ആരോപണം. തൻ്റെ വാർഡിലുള്ള ഒരു വ്യക്തിയോട് കുടിക്കട സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും പലതവണ ഓഫീസിലേക്ക് നടത്തിക്കുകയും ചെയ്ത വില്ലേജ് ഓഫീസർ
ഇതേ പ്രശ്നവുമായി വന്ന മറ്റൊരാൾക്ക് ബാഹ്യപ്രേരണയിൽ ഒരു രേഖയും ഹാജരാക്കാതെ നികുതി അടയ്ക്കാൻ സൗകര്യമൊരുക്കിയെന്ന് കൗൺസിലർ ഷൊർണൂർ വിജയൻ ആരോപിക്കുന്നു. 15 കൊല്ലം നികുതി അടയ്ക്കാത്ത കാരണം പറഞ്ഞിട്ടാണ് ചെയ്തത്. അതെങ്ങനെയാണ് 2 നീതി ഉണ്ടായത്? എനിക്കറിയണമല്ലോ. എൻ്റെ തെളിവിരിക്കുക ഫോണിൽ. ഒരു മനുഷ്യൻ കരയാണ് 15 കൊല്ലം നികുതി അടയ്ക്കാൻ പറ്റിയില്ല, ശരിയാണ്, ഞാൻ മറന്നു, ശരിയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എങ്ങനെ മറ്റൊരാൾക്ക് അടച്ചു കൊടുത്തവര്? അതാണ് എനിക്കറിയുന്നത്. വില്ലേജ് ഓഫീസിൽ നിന്ന് സാധാരണക്കാർക്ക് ഇത്തരം ദുരനുഭവമുണ്ടാകുന്നത് ഇതാദ്യമല്ല. ഉന്നതാധികാരികൾക്ക് പരാതി നൽകുമ്പോഴും ശക്തമായ നടപടികൾ ഉണ്ടാകുന്നില്ല. ജനപ്രതിനിധികളെ അവഹേളിക്കുന്ന രീതിയിലാണ് ഉദ്യോഗസ്ഥർ നിലപാടെടുക്കുന്നതെന്നും ഇതിനെതിരെ ഉപവാസം ഉൾപ്പെടെയുള്ള സമരവുമായി മുന്നോട്ടു പോകുമെന്നും ഷൊർണൂർ വിജയൻ പറഞ്ഞു. ഞാനൊരു ജനപ്രതിനിധിയാണ്. 40-40 കൊല്ലമായിട്ട് ഈ ഷൊർണൂർ മുനിസിപ്പാലിറ്റി പല വില്ലേജ് ഓഫീസർമാരും പലതവണ വില്ലേജ് ഓഫീസിലും കയറി രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പോകുന്നവനാണ് ഞാൻ. ഇത്തരം അനീതി നിറഞ്ഞൊരു അനുഭവം ഈ വില്ലേജ് 2-ൽ നിന്ന് ഈ വില്ലേജ് ഓഫീസർ വന്നതിന് ശേഷമാണ് ഉണ്ടായതെന്ന് എനിക്ക് തുറന്നു പറയേണ്ട ഒരു സാഹചര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഈ കുത്തിവയ്പ്പ് സമരം വേണ്ടി ഇരിക്കേണ്ടി വന്നത്. കുടിക്കടവും വേണ്ട, രേഖകളും വേണ്ട, 5 മിനിറ്റിനുള്ളിൽ എഴുതി വെച്ചോളൂ 477 എന്നുള്ള തണ്ടപ്പേർ നമ്പറിലേക്ക് നികുതി അടച്ചു കൊടുക്കാൻ അവർ തയ്യാറായി. അതെന്ത് നീതിയാണ്? കുടിക്കട എടുക്കേണ്ട, കടലാസും വേണ്ട, നികുതി അടയ്ക്കാമെന്നും കുടിക്കട എടുത്ത് കടലാസുമായി 2 മാസമായി കാത്തിരിക്കുന്ന നികുതി അടയ്ക്കേണ്ടത് പറയും. അതിൻ്റെ അടിത്തറയിലെ കാരണമാണ് ഞാൻ അന്വേഷിക്കാനെന്ന് ഇവിടെ വന്നത്. എനിക്കറിയണമല്ലോ ഈ വില്ലേജ് ഓഫീസ് നന്നായി പ്രവർത്തിക്കാൻ പറ്റുമോ ഇല്ലേ, അല്ലെങ്കിൽ ഇത്തരം ഒരു വില്ലേജ് ഓഫീസർ നാട്ടിലെ ജനങ്ങൾക്ക് ഉപദ്രവമാകുമെന്ന് തെളിവ് സഹിതം നിരത്താൻ എൻ്റെ മൊബൈലിൽ എല്ലാ തെളിവും വെച്ചിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. കുടിക്കട എടുത്ത് മനുഷ്യന് തെളിവുണ്ട്, കുടിക്കട എടുക്കാതെ നികുതി അടച്ചാളുടെ തെളിവ് എൻ്റെ ഇരിക്കുന്നത്. ഇതെങ്ങനെ അടച്ചു? ഇത് കൂടാതെ ഇവിടെ 6 മാസം 1 കൊല്ലമൊക്കെ ഒരു മനുഷ്യനെ കളിപ്പിച്ച കടലാസ് എൻ്റെ വീട്ടിൽ പണിയിരിക്കുന്നുണ്ട്, ഞാൻ കൊണ്ടുവരാം. ഭൂനികുതി കുടിശ്ശിക അടച്ചു തീർക്കാൻ തയ്യാറായ തന്നെ വില്ലേജ് ഓഫീസർ വട്ടം കറക്കുകയാണെന്ന് പരാതിക്കാരനായ ഷൊർണൂർ പരുത്തിപ്ര വടക്കേക്കര രാജഗോപാലൻ പറഞ്ഞു. ഞാൻ ഈ വില്ലേജ് ഓഫീസിൽ ടാക്സ് അടക്കേണ്ട ആവശ്യത്തിന് ഒരു 15 പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ടാവും. അയാൾ നാളെ വരാൻ പറയും. നാളെ വരുമ്പോൾ പറയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനെ വെറുതെ ആളെ ഇട്ട് ബുദ്ധിമുട്ടിക്കാൻ ആൾ. ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇങ്ങനെ എന്താ ചെയ്യാൻ? നമ്മളാണെങ്കിൽ ഒരു കാര്യങ്ങൾ നടത്തുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാർഗം ഇതിന് കണ്ടെത്തിയാൽ പറ്റും. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ പറഞ്ഞ് കുടിക്കട എടുക്കണമെന്നാണ്. 30 കൊല്ലത്തെ കുടിക്കട ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാനൊന്ന് അന്വേഷിക്കട്ടെ, വരട്ടെ, നോക്കട്ടെ, കോട്ടയെന്നും പറഞ്ഞിങ്ങനെ ആളിങ്ങനെ പട്ടത്തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷൊർണൂർ സെക്കൻഡ് വില്ലേജ് ഓഫീസറുടെ ജനദ്രോഹ നിലപാടുകൾക്കെതിരെ റവന്യൂ മന്ത്രിക്കും വിജിലൻസിനും കളക്ടർക്കും തഹസിൽദാർക്കും പരാതി നൽകുമെന്ന് കൗൺസിലർ ഷൊർണൂർ വിജയൻ വ്യക്തമാക്കി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം വരോട് ഡാർക്ക് സ്റ്റോൺ ക്വാറിക്കെതിരെ സമരം ശക്തിപ്പെടുത്തുമെന്ന് ജനകീയ സമരസമിതി. 3-4 തീയതികളിൽ ക്വാറിക്ക് മുന്നിൽ രാപ്പകൽ സമരം നടത്തും. വരോട് 4-ാം മൈലിൽ ചൊവ്വാഴ്ച രാവിലെ 9-ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയ്കുമാർ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുമെന്ന് ജനകീയ സമരസമിതി നേതാക്കൾ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്വാറിക്കെതിരെ ജനകീയ സമരം ശക്തിപ്പെടുത്തുകയാണെന്ന് CPM നേതൃത്വം നൽകുന്ന ജനകീയ സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാപ്പകൽ സമരത്തിന്റെ ഉദ്ഘാടനം വരോട് 4-ാം മൈലിൽ ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയകുമാർ നിർവഹിക്കും. സെപ്റ്റംബർ 4-ന് രാവിലെ 10 മണിക്ക് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഒറ്റപ്പാലം നഗരസഭ ഉൾപ്പെടുന്ന 5 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് അനങ്ങൻമല. ജില്ലയിലെ മലനിരകളിൽ ചരിത്രപരമായും പാരിസ്ഥിതികമായും ഇതിന് ഏറെ പ്രാധാന്യമുണ്ട്. പ്രദേശത്തെ കുടിവെള്ളം, ശുദ്ധവായു, കാലാവസ്ഥ എന്നിവ നിലനിർത്തുന്നതിൽ അനങ്ങൻമലയ്ക്ക് വിലമതിക്കാനാവാത്ത മൂല്യമാണുള്ളതെന്ന് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ഇതിനെല്ലാം മരണമണി മുഴക്കിക്കൊണ്ട് ഡാർക്ക് സ്റ്റോൺ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം സാധാരണ ജനജീവിതത്തെ വെല്ലുവിളിച്ച് ക്വാറി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 5 ഹെക്ടറോളം സ്ഥലത്താണ് ക്വാറി പ്രവർത്തിക്കുന്നത്. സമീപത്ത് ഉടമയുടെ കീഴിൽ തന്നെ 78.83 ഹെക്ടർ കൂടി സ്ഥലം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. വരോട് ക്വാറി ആക്ഷൻ കൗൺസിലും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസ് നാളിതുവരെ തീർപ്പായിട്ടില്ല. ക്വാറി ഉടമയുടെ സ്വാധീനം കൊണ്ട് ലഭിച്ച ഇടക്കാല ഉത്തരവിലാണ് ഇപ്പോൾ പ്രവർത്തനം. ക്വാറിക്ക് 2017 ഒക്ടോബറിൽ ലഭിച്ച പദ്ധതി അനുമതിയിൽ 2018-2019 വർഷത്തിലുണ്ടായ മഴക്കെടുതി മൂലമുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംഭവിക്കുന്ന അപകട സാധ്യത പരിഗണിച്ചിട്ടില്ല. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭൂപടത്തിൽ ഗൂഗിൾ മാപ്പിൽ രേഖപ്പെടുത്തിയ പ്രകാരം അനങ്ങൻമലയിൽ 11 ഇടങ്ങളിൽ മണ്ണിടിച്ചിലും വിള്ളലും കാണപ്പെടുന്നുണ്ട്. ഭാവിയിൽ പൂത്തുമല, പെട്ടിമുടി, വയനാട് ദുരന്തം പോലുള്ള ദുരന്തങ്ങൾ അനങ്ങൻമലയിലും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് രേഖകൾ സൂചിപ്പിക്കുന്നു. ഇത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ്. അനങ്ങൻമലയുടെ താഴ്വാരത്ത് 120-ലധികം കുടുംബങ്ങളും 600-ലധികം
ജനസംഖ്യയുമാണുള്ളത്. ജനസാന്ദ്രതയേറിയ പ്രദേശത്ത് ക്വാറി പ്രവർത്തനം അവസാനിപ്പിക്കണം. 4 വർഷത്തോളമായി ജനങ്ങൾ സമരപാതയിലാണ്. ക്വാറി പ്രവർത്തനം എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്നാണ് സമിതിയുടെ ആവശ്യമെന്നും ഇതിനായി സമരം ശക്തിപ്പെടുത്തുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ഇടക്കാലത്ത് അത് നിർത്തിവെക്കേണ്ടി വന്നു. ജനങ്ങളുടെ പ്രക്ഷോഭം തന്നെയായിരുന്നു കാരണം. ക്വാറിയുടെ പ്രവർത്തനം തുടങ്ങിയ കാലത്ത് തന്നെ വീടുകൾക്ക് ഉള്ളതും അനുഭവപ്പെട്ടിരുന്നു. ഏതാണ്ട് 100ഓളം കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു കേസിൽ. അതിനെ തുടർന്നാണ് അവിടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രവർത്തിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇടപെട്ടു. ഒരുപാട് പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയതിൻ്റെ വെളിച്ചത്തിൽ ഈ കോറി അനന്തമലയിലെ കോറി അങ്ങനെയുടെ സവിശേഷത വെച്ചുകൊണ്ട് ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രവർത്തനം എത്തിക്കാവുന്നതല്ല, ഒരു കോറി പ്രവർത്തനം നടത്താവുന്നതല്ല എന്നുള്ളതാണ് അതിൽ വിദഗ്ധരുടെ പഠനം പോലും കണ്ടെത്തിയത്. അതനുസരിച്ച് ഞങ്ങൾ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് ആയിട്ടുള്ള RDOനെ സമീപിക്കുന്നു. അവിടെ കോറി കേസ് കൈകാര്യം ചെയ്യും. ആ കേസിൽ ചെറിയ നീക്കങ്ങളുണ്ടായി. RDO കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായിട്ട് തന്നെ ഒരു പഠനം നടത്തി ബോധ്യപ്പെട്ടു. കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തു. RDOന്റെ സ്വന്തം അധികാരം ഉപയോഗിച്ചുകൊണ്ട് അതിനെ തടയുകയും ചെയ്തു. പക്ഷെ അതിനെതിരെ കോടതി ഉടമ ഹൈക്കോടതിയിൽ പോയിരിക്കും. അതിൽ ശാസ്ത്ര വിഷയത്തിന് കക്ഷി ചേർന്നിട്ടുണ്ട്. ആ കേസ് 2 വർഷമായി നടന്നുകൊണ്ടിരിക്കുക. ആ ഇതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ വയനാട് ഒരു ദുരന്തം കൂടി വന്ന അവസ്ഥയിൽ മുൻകാലത്ത് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതിന് സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു വിദഗ്ധ പഠനവും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ വയനാട് ആ സ്ഥലത്താണെങ്കിലും 10-15 വർഷം ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായേക്കാമെന്നാണ് നമ്മൾ അറിയുന്നത്. ജനകീയ സമരസമിതി ചെയർമാൻ CP ശശി, കൺവീനർ IM സതീശൻ, NR രഞ്ജിത്ത്, PC സോമൻ, M അക്ബർ അലി, T സബിത, P പരമേശ്വരൻ, O ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഏതു നിമിഷവും പാലക്കാടിനെയും പ്രകൃതി ദുരന്തം വിഴുങ്ങാമെന്ന മുന്നറിയിപ്പുമായി കാൻഫഡ്. ഭൂമി തുരന്നും മണ്ണിന്റെ ഘടന മാറ്റിയുമുള്ള നിർമ്മാണ പ്രവൃത്തികൾ തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചെന്ന് കാൻഫഡ് വൈസ് ചെയർമാൻ ഡോക്ടർ കിനാവല്ലൂർ ശശിധരൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. മലമ്പുഴ ഡാം പരിസരം നെല്ലിയാമ്പതി, ഒറ്റപ്പാലം, അമ്പലപ്പാറ, കിഴക്കഞ്ചേരി, മംഗലം ഡാം തുടങ്ങിയ ജില്ലയിലെ ഒട്ടേറെ പ്രദേശങ്ങൾ പ്രകൃതി ദുരന്ത ഭീഷണിയിലാണെന്ന് കാൻഫഡ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നഗ്നമായ നിയമലംഘനം ഡാം പ്രദേശങ്ങളിൽ പോലും നിർമ്മാണ പ്രവൃത്തികൾ നടക്കാൻ കാരണമാകുന്നുണ്ട്. ജില്ലയിൽ പ്രവർത്തിക്കുന്ന വൻകിട അനധികൃത ക്വാറികളിൽ രാഷ്ട്രീയ പ്രമാണിമാർക്ക് ബന്ധമുള്ളത് നടപടി സ്വീകരിക്കാൻ തടസ്സമാണ്. പാലക്കാടിന്റെ പ്രകൃതി സവിശേഷത, ദുരന്ത സാധ്യതകൾ, പ്രതിരോധം എന്നിവയിൽ സെമിനാർ നടത്തി റിപ്പോർട്ട് സർക്കാരിന് കൈമാറും. നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പലതും നടക്കുന്നത്, നിങ്ങൾക്കറിയാം. മുകളിലും അടിയിലും ആ ദുരന്തങ്ങളുടെ ഫലമാണ് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാരണങ്ങളെ പറ്റി ഉള്ള ഒരു സെമിനാറാണ്, പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു സെമിനാറാണ് ഈ 7-ാം തീയതി. ആ പങ്ക് നിങ്ങൾ നിർവഹിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇത് നമ്മുടെയൊക്കെ കാര്യമാണ്, എന്റെയും നിങ്ങളുടെ ഒക്കെ ഒരേ കാര്യം തന്നെയാണ്. അതിനുവേണ്ടിയാണ് ഈ പഠന സെമിനാർ. വളർന്ന തലമുറയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെമിനാർ ഞങ്ങൾ കഷ്ടപ്പെട്ട് തന്നെ വെക്കുന്നത്. അതിനുള്ള ചെലവുകളൊക്കെ നമ്മൾ വഹിക്കുകയാണ്. ആഹാരം കൊടുത്തതിന്റെ ആളുകളെ വിളിച്ചു വരുത്തി സംഘടിപ്പിക്കുകയാണ്. ആരെയും ഒരു പിരിവ് നടത്തിയിട്ടൊന്നുമല്ല. അപ്പൊ ഇത് ഈ വരുന്ന 7-ാം തീയതി ശനിയാഴ്ച സെപ്റ്റംബർ 7 നടക്കുന്ന സെമിനാറിൽ ഭൗമശാസ്ത്രജ്ഞർ, പ്രകൃതി സംരക്ഷണ പ്രവർത്തകർ എന്നിവർ പങ്കെടുക്കുമെന്നും കിണാവല്ലൂർ ശശിധരൻ പറഞ്ഞു. ചെയർമാൻ പാണ്ടിയോട് പ്രഭാകരൻ, വൈസ് ചെയർമാൻ ഡോക്ടർ A ശിവരാമകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി ഡോക്ടർ S ദേവസഹായം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശമംഗലത്ത് വീട്ടിൽ സൂക്ഷിച്ച അനധികൃത വിദേശ മദ്യശേഖരം എക്സൈസ് പിടികൂടി. സംഭവത്തിൽ 58 വയസ്സുള്ള കുളങ്ങര മഠം വീട്ടിൽ കൃഷ്ണൻകുട്ടിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. വടക്കാഞ്ചേരി എക്സൈസ് ഉദ്യോഗസ്ഥർ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ദേശമംഗലത്ത് വീടിനുള്ളിൽ അനധികൃതമായി മദ്യശേഖരം കണ്ടെത്തിയത്. സംഭവത്തിൽ കുളങ്ങര മഠം വീട്ടിൽ കൃഷ്ണൻകുട്ടിയെ എക്സൈസ് അധികൃതർ അറസ്റ്റ് ചെയ്തു. 15 ലിറ്റർ വിദേശ മദ്യമാണ് ഇയാളിൽ നിന്ന് പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു മിന്നൽ പരിശോധന. വടക്കാഞ്ചേരി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ CA സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുഴൽമന്നത്ത് കേരള യുക്തിവാദി സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംവാദം സംഘടിപ്പിച്ചു. തലമുറ വ്യത്യാസം, സംഘർഷവും സമന്വയവും എന്ന വിഷയത്തിലായിരുന്നു സംവാദം. ബൗദ്ധിക രക്തസാക്ഷികളുടെ സ്മരണാർത്ഥമാണ്
തലമുറ വ്യത്യാസം, സംഘർഷവും സമന്വയവും എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി കേരള യുക്തിവാദി സംഘം സംവാദം സംഘടിപ്പിച്ചത്. ദബോൽക്കർ, കൽബുർഗി, ഗൗരി ലങ്കേഷ് എന്നിവരുടെ സ്മരണയിലായിരുന്നു സംവാദം. യുക്തിവാദി സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KP ശബരിഗിരീഷ് മോഡറേറ്ററായി. ഡോക്ടർ U ജയപ്രകാശ്, KP സരസ്വതി, മേഘനാഥ് കുഴൽമന്ദം എന്നിവർ വിഷയം അവതരിപ്പിച്ചു. ചർച്ചയിൽ മാണി പറമ്പേട്ട്, A ശരവണൻ, ശശിധരൻ പൊറ്റശ്ശേരി, ചേരാമംഗലം ചാമുണ്ണി, V മിനി എന്നിവർ പങ്കെടുത്തു. ഇത് തന്നെയാണ് നേരെ തിരിച്ച് നമ്മൾ ചിന്തിച്ചാലും ശരിയല്ലേ? തലമുറ മാറുമ്പോൾ ടെക്നോളജി മാറും, കൾച്ചറുകൾ മാറും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ പഴയ തലമുറയാണ് നമ്മളെന്ന് വിശ്വസിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? പഠിക്കണം, അല്ലെ? പുതിയ തലമുറയ്ക്കൊപ്പം ഓടാൻ നമ്മൾ പഠിക്കണം. തലമുറകൾ തമ്മിലുള്ള സംഘർഷം ആശയ സംഘർഷമാണെന്നും അത് കാലത്തിൻ്റെ അനിവാര്യതയാണെന്നും അതിൻ്റെ പരിണാമം ആശയ സമന്വയത്തിലെത്തുമെന്നും സംവാദം വിലയിരുത്തി. ആധുനിക കാലഘട്ടത്തിൽ തലമുറകളുടെ സമരസപ്പെടൽ ആശാവഹമാണെന്നും അത് സാമൂഹിക പുരോഗതിക്ക് ആക്കം കൂട്ടുമെന്നും സംവാദത്തിൽ അഭിപ്രായമുയർന്നു. ജില്ലാ പ്രസിഡന്റ് A രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. P അനിൽകുമാർ സ്വാഗതവും P മീര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തന സജ്ജമാക്കണമെന്ന് മുസ്ലിം ലീഗ്. യൂണിറ്റിനു വേണ്ടി കെട്ടിടം പണി പൂർത്തീകരിച്ച് 2 വർഷമായിട്ടും അനുബന്ധ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. പട്ടാമ്പി നഗരസഭ കിഡ്നി രോഗികൾക്കായി 3 വർഷം മുമ്പ് പ്രഖ്യാപിച്ച മാസം 4000 രൂപ സഹായം നാളിതുവരെ രോഗികൾക്ക് നൽകാൻ കഴിയാത്തതും ഭരണനേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്നും മുസ്ലിം ലീഗ് പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റി ആരോപിച്ചു. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റിനു വേണ്ടി കെട്ടിടം പണി പൂർത്തീകരിച്ച് 2 വർഷത്തോളം കഴിഞ്ഞു. ഡയാലിസിസ് യൂണിറ്റിന് വേണ്ട അനുബന്ധ പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. പ്രദേശത്തെ നിരവധി കിഡ്നി രോഗികൾക്ക് ആശ്വാസമാകേണ്ട സംവിധാനമാണിത്. ആഴ്ചയിൽ 2-3 ഡയാലിസിസിന് വിധേയരാകുന്ന കിഡ്നി രോഗികൾ ഓരോ മാസവും 30,000 രൂപയോളമാണ് ഇതിനായി വേണ്ടി കണ്ടെത്തേണ്ടത്. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ഇതിനുള്ള സജ്ജീകരണങ്ങൾ നടക്കുന്നുണ്ടെന്നറിഞ്ഞ നാൾ മുതൽ ആരോഗ്യപരമായ പ്രയാസങ്ങൾക്കിടയിലും ഈ രോഗികളുടെയെല്ലാം പ്രധാന ആശ്വാസം പണമില്ലാതെ ഡയാലിസിസ് നടക്കുമല്ലോ എന്നുള്ളതായിരുന്നു. എന്നാൽ ആ കാത്തിരിപ്പ് വീണ്ടും വീണ്ടും നീണ്ടുപോകുന്നത് രോഗികളെയെല്ലാം വലിയ മാനസിക പ്രയാസത്തിലാക്കിയിട്ടുണ്ട്. കൂടാതെ പട്ടാമ്പി നഗരസഭ കിഡ്നി രോഗികൾക്കായി 3 വർഷം മുമ്പ് പ്രഖ്യാപിച്ച മാസം 4000 രൂപ സഹായവും നാളിതുവരെയായി ഈ രോഗികൾക്ക് നൽകാൻ തയ്യാറാവാത്തതും ഭരണനേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണെന്നും മുസ്ലിം ലീഗ് പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റി ആരോപിച്ചു. എത്രയും വേഗം ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിൻ്റെ പ്രവർത്തനം സജ്ജമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂർ പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖിനെതിരെ CPI കൃഷിഭൂമി തരിശിട്ടതിനെതിരായ സമരത്തെ അപലപിച്ച അൻവർ സാദിഖ് CPI ന്യൂനപക്ഷങ്ങൾക്കെതിരാണെന്ന് സ്ഥാപിക്കാൻ നടത്തുന്ന ശ്രമം അപഹാസ്യമാണെന്ന് CPI ലോക്കൽ സെക്രട്ടറി തങ്കപ്പൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏക്കർ കണക്കിന് കൃഷിഭൂമി തരിശിട്ടതുമൂലം ചെറുകിട കർഷകർക്ക് വിളയിറക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് BKMUവിൻ്റെ നേതൃത്വത്തിൽ ബോർഡ് സ്ഥാപിച്ചതെന്നും CPI ലോക്കൽ സെക്രട്ടറി തങ്കപ്പൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാരിൻ്റെ ഭൂമി തരം മാറ്റാനുള്ള ഉത്തരവിൻ്റെ മറവിൽ ഏക്കർ കണക്കിന് ഭൂമി പറമ്പാക്കി മാറ്റാൻ ശ്രമിച്ചാൽ CPI ശക്തമായി എതിർക്കും. വിമർശനങ്ങൾ നടത്തിയാൽ അത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും CPI ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണെന്ന പ്രചരണവും മെമ്പർ നടത്തിവരുന്നുണ്ട്. ഇദ്ദേഹത്തിനെതിരെ വിമർശനങ്ങളുണ്ടായാൽ 4 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ് പരാജയത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. അവിശുദ്ധ കൂട്ടുകെട്ടിൽ 13 വോട്ടിനാണ് ഈ മെമ്പർ അന്ന് വിജയിച്ചത്. പാർട്ടിയുടെ അസ്തിത്വം ആരും പണയപ്പെടുത്തിയിട്ടില്ലെന്നും നെറുകേടുകൾക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുമെന്നും തങ്കപ്പൻ വ്യക്തമാക്കി. കണ്ണൂർ പഞ്ചായത്ത് മെമ്പർ ഏക്കറക്കണക്കിന് കൃഷിഭൂമി തരിശിട്ടുകൊണ്ട് അതിൻ്റെ പരിസരത്ത് 4 വരയ്ക്ക് കൃഷി നടത്തി അതുകൊണ്ട് ഒരു കൊല്ലം മുഴുവൻ ഭക്ഷണം കഴിക്കാമെന്ന് കരുതി കൃഷിയിട്ടവർക്കൊന്നും വിളയിറക്കാൻ പറ്റാതിരിക്കുകയാണ്. ഈ കൃഷിഭൂമി മുഴുവൻ തരിശായി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് അനുവദിക്കാൻ പാടുള്ളതല്ല. ഇപ്പോൾ അതിന് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തരം മാറ്റൽ നയത്തിന് മണ്ണൂരിലെ CPI എതിരാണെന്നാണ്. ഗവൺമെൻറ് എടുത്തിട്ടുള്ള നയം ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുമ്പോൾ അത് തരം മാറ്റി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഏക്കർ കണക്കിന് ഭൂമി കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി അത് മുഴുവൻ തരം മാറ്റി ഭൂമിയുടെ തരം മാറ്റി അതിനെ മുഴുവൻ കൊള്ളവിലയ്ക്ക് വിൽക്കാൻ കൂട്ടുനിൽക്കുകയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട്
ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഏക്കറക്കണക്കിന് ഭൂമി പറമ്പാക്കി മാറ്റാനുള്ള ശ്രമം ഉണ്ടായാൽ അത് മണ്ണൂരിലെ കർഷക തൊഴിലാളി യൂണിയൻ അത് അതിശക്തമായി എതിർക്കും. അതിന് എല്ലാ പിന്തുണയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോട്ടായി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ടോയ്ലറ്റ് നിർമ്മാണം തുടങ്ങി. നിർമ്മാണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ദേവദാസ് നിർവഹിച്ചു. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കോട്ടായി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ടോയ്ലറ്റുകൾ നിർമ്മിക്കുന്നത്. നിർമ്മാണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ദേവദാസ് നിർവഹിച്ചു. ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ്. സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ. സതീഷ്, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് തച്ചങ്കാട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ. കുഞ്ഞിലക്ഷ്മി, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഹേഷ് കുമാർ, സ്കൂൾ PTA പ്രസിഡന്റ് ജയദാസ്, വൈസ് പ്രസിഡന്റ് സതീഷ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ VK കൃഷ്ണലീല സ്വാഗതവും പ്രധാനാധ്യാപിക S. ശാന്തി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മങ്കര കണ്ണമ്പരിയാരം PKN MJB സ്കൂളിൽ പുതിയ ശുചിമുറികൾ നിർമ്മിച്ചു. ശുചിമുറികളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. CSR ഫണ്ടിൽ നിന്ന് അനുവദിച്ച 4.5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് മങ്കര കണ്ണമ്പരിയാരം PKNMJB സ്കൂളിൽ ശുചിമുറികൾ നിർമ്മിച്ചത്. ശുചിമുറികളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. സഹായത്തോടുകൂടി മങ്കര ഗ്രാമപഞ്ചായത്തിലെ ശുചിമുറികൾ ആവശ്യമായ വിദ്യാലയങ്ങളിലേക്ക് ശുചിമുറി നൽകുന്ന ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായാണ് കണ്ണമ്പരിയാരം സ്കൂളിലേക്ക് 3 ശുചിമുറികൾ അനുവദിച്ചിട്ടുള്ളത്. എന്തായാലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ വിദ്യാലയത്തിന് അത് അത്യാവശ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായിട്ടും ഈ ഫണ്ട് ഉപയോഗിച്ച് ഇത് നൽകുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളുടെ പ്രാഥമിക കാര്യങ്ങൾ അവർ നിർത്താതെ അവശ്യ സമയങ്ങളിൽ ഉപയോഗിക്കുന്നതിന് ആവശ്യമായ ജലം ഉൾപ്പെടെ മാനേജ്മെന്റും കൂടി സഹകരിച്ച് ലഭ്യമാക്കിയിട്ടുണ്ട്. വാർഡ് മെമ്പർ VP പാഞ്ചാലി അധ്യക്ഷത വഹിച്ചു. AE ഷമീർ പദ്ധതി വിശദീകരിച്ചു. പ്രധാനാധ്യാപിക P. സുചിത്ര, PTA പ്രസിഡന്റ് ശാരിക, MPTA പ്രസിഡന്റ് ശ്രീജിത, ശരത്, സ്കൂൾ മാനേജർ സുമജ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. LICയുടെ 68ാമത് വാർഷികം പട്ടാമ്പി സബ് ഓഫീസിൽ സമുചിതമായി ആഘോഷിച്ചു. മുഹമ്മദ് മുഹസിൻ MLA വാർഷികം ഉദ്ഘാടനം ചെയ്തു. സീനിയർ ഏജന്റുമാരെ ചടങ്ങിൽ MLA ആദരിച്ചു. LICയുടെ 68ാമത് വാർഷികം പട്ടാമ്പി സബ് ഓഫീസിലും വിപുലമായി ആഘോഷിച്ചു. മുഹമ്മദ് മുഹസിൻ MLA വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് കാലം LICക്ക് നിലനിൽക്കാനും നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരൻ്റെ ജീവിതത്തിന് സുരക്ഷിതത്വം ഒരുക്കാനും അവന് പ്രതീക്ഷയോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും LICക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ വാർഷികാഘോഷ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് സീനിയർ ഏജന്റുമാരായ PM പരമേശ്വരൻ, VP സുകുമാരൻ, ഭാരതി ഗോപാലകൃഷ്ണൻ, P. ലക്ഷ്മി എന്നിവരെ MLA പൊന്നാട അണിച്ച് ആദരിച്ചു. മാനേജർ സൽമാൻ ബാവ അധ്യക്ഷത വഹിച്ചു. സുജിത് സുന്ദരം, MC അശോകൻ, KR ജിജി, V. വസന്ത, ഷബിത, മുജീബ്, പമ്പാവാസൻ, രാജൻ, TR ശ്രീജിൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. 17ാം വയസ്സിൽ വിമാനം പറപ്പിച്ച് സ്വപ്നതുല്യമായ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് പറളി കിണാവല്ലൂർ സ്വദേശി M. കണ്ണൻ. +2 പരീക്ഷ കഴിഞ്ഞയുടൻ തൃശൂരിലെ റയാൻ ഫ്ലൈയിംഗ് അക്കാദമിയിൽ പൈലറ്റ് പരിശീലനത്തിന് ചേർന്ന കണ്ണൻ മാസങ്ങൾക്കുള്ളിൽ തന്നെ വിമാനം പറപ്പിച്ച് യങ്ങസ്റ്റ് സ്റ്റുഡന്റ് പൈലറ്റ് എന്ന നേട്ടത്തിന് അർഹനായിരിക്കുകയാണ്. കാലാവസ്ഥാശാസ്ത്രം, എയർ റെഗുലേഷൻ, എയർ നാവിഗേഷൻ എന്നീ 3 പേപ്പറുകളിലെ പരീക്ഷ പാസ്സായാലാണ് പൈലറ്റ് പരിശീലനത്തിന് പ്രവേശനം ലഭിക്കുക. ക്ലാസ് 1, ക്ലാസ് 2 എന്നിങ്ങനെ 2 തരം മെഡിക്കൽ പരിശോധനയും പാസ്സാകേണ്ടതുണ്ട്. ഇതെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയാണ് കണ്ണൻ പൈലറ്റ് പരിശീലനത്തിന് ചേർന്നത്. പരിശീലനത്തിനിടെ കണ്ണൻ്റെ മികവ് കണ്ടാണ് റയൻസ് എയർലൈൻ അക്കാഡമിയിലെ ക്യാപ്റ്റൻ വികാസ് വിക്രം ദാസ് നായർ നോർത്ത് ആഫ്രിക്കയിലെ ട്യുണീഷ്യയിലേക്ക് കണ്ണനെ റഫർ ചെയ്തത്. വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പോടുകൂടിയ പറക്കൽ പരിശീലനമാണ് ട്യുണീഷ്യയിലെ സേഫ് ഫ്ലൈറ്റ് അക്കാഡമി ഒരുക്കിയിരുന്നത്. 45 ദിവസത്തെ കോഴ്സിനൊടുവിൽ ഓഗസ്റ്റ് 24-നാണ് ഡയമണ്ട് BA-40 എയർക്രാഫ്റ്റ് എന്ന 4 സീറ്റുള്ള
കൊച്ചു വിമാനം കണ്ണൻ വിജയകരമായി പറത്തിയത്. ഇതുവഴി ട്യൂണീഷ്യൻ എയർക്രാഫ്റ്റിൽ പറന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ ബോയ് എന്ന നേട്ടമാണ് കണ്ണനെ തേടിയെത്തിയത്. ഇതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഉടൻ ലഭിക്കുമെന്ന് കണ്ണൻ്റെ പിതാവ് എം മുകേഷ് പറഞ്ഞു. കൊമേഴ്സ്യൽ പൈലറ്റ് ട്രെയിനിങ്ങാണ് കണ്ണൻ നടത്തുന്നത്. പറളി ഹൈസ്കൂളിൽ +2 കഴിഞ്ഞ കണ്ണൻ മികച്ച ഷൂട്ടിംഗ് താരവുമാണ്. കണ്ണൻ്റെ സഹോദരൻ നന്ദനും യോഗയിലുൾപ്പെടെ വിവിധ ലോക റെക്കോർഡുകൾ നേടിയിട്ടുണ്ട്. കണ്ണനെ അഭിനന്ദിക്കാൻ ഷൂട്ടിംഗ് താരം ഹംസ കൂറ്റനാടും സ്ഥലത്തെത്തിയിരുന്നു. കണ്ണന് ഉപഹാരം നൽകി അനുമോദിച്ചു. പറളി കിണാവല്ലൂർ വില്യങ്കാട്ടിൽ ഒറ്റമുറി ഷെഡിലാണ് ഈ 4-അംഗ കുടുംബത്തിൻ്റെ താമസം. റൈഫിൾ ഷൂട്ടിങ്ങിലായിക്കോട്ടെ, പിസ്റ്റളിലായിക്കോട്ടെ, ഏറ്റവും കൂടുതൽ മികവ് തെളിയിച്ച ആളാണ് നമ്മുടെ കണ്ണൻ. കണ്ണനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചെയ്തിട്ടുള്ളത്, കാർ ഓടിക്കാനുള്ള ലൈസൻസ് പോലും കണ്ണനില്ലാത്ത കണ്ണൻ ഇന്ന് ഫ്ലൈറ്റാണ് ഓടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്ലൈറ്റ് ഓടിക്കുക എന്ന് പറഞ്ഞാൽ 17 വയസ്സിൽ ഒരാൾ ഫ്ലൈറ്റ് ഓടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. അങ്ങനെ ക്യാപ്റ്റൻ എന്നെ ഓൺ റിസ്കിലല്ല എന്നെ തുനീഷ്യ വരെ കൈ പിടിച്ച് കൊണ്ടുപോയി. ക്യാപ്റ്റനും എൻ്റെ കൂടെ വന്നു, കൊണ്ടുപോയി അവിടെ പോയി 15 ദിവസം ക്യാപ്റ്റനും ഞങ്ങൾ അവിടെ താമസിച്ചു. പിന്നെ ക്യാപ്റ്റൻ എൻ്റെ കാര്യങ്ങളെല്ലാതും അവിടുത്തെ ഓതറൈസ്ഡ് ആയിട്ടുള്ള പീപ്പിളിൻ്റെ അടുത്ത് പറഞ്ഞ് ശരിയാക്കിയതിന് ശേഷം ക്യാപ്റ്റൻ തിരിച്ചു വന്നു. അതിനുശേഷം ഞാൻ ഫ്ലൈ ചെയ്തു. അച്ഛൻ മുകേഷിനൊപ്പം അമ്മ KC സരിതയും മക്കളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മുൻപന്തിയിലാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വടക്കാഞ്ചേരി 1-ാം കല്ലിൽ താറാവുകൂട്ടിൽ നിന്ന് ഭീമൻ പെരുമ്പാമ്പിനെ പിടികൂടി. 18 കിലോയിലധികം തൂക്കമുള്ള പാമ്പിനെയാണ് നാട്ടുകാർ ചേർന്ന് പിടികൂടിയത്. 1-ാം കല്ല് സ്വദേശി കോട്ടുക്കൽ വീട്ടിൽ ഷാജിയുടെ പുരയിടത്തിൽ നിന്നാണ് ഞായറാഴ്ച രാത്രി നാട്ടുകാർ ചേർന്ന പാമ്പിനെ പിടികൂടിയത്. താറാവുകളുടെ കരച്ചിൽ കേട്ടെത്തിയ വീട്ടുകാരാണ് താറാവുകൂട്ടിൽ താറാവിനെ വിഴുങ്ങി ചുരുണ്ടുകിടക്കുന്ന പാമ്പിനെ കണ്ടത്. തുടർന്ന് മറ്റു താറാവുകളെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് മാറ്റി പാമ്പിനെ കൂട്ടിനകത്തിട്ട് പൂട്ടി. ഇതിനുശേഷം നാട്ടുകാരെത്തി പാമ്പിനെ പിടികൂടി പൂങ്ങോട് ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറുകയായിരുന്നു. 18 കിലോയിലധികം തൂക്കം വരുന്ന പാമ്പിനെയാണ് പിടികൂടിയത്. ഇത് 5-ാം തവണയാണ് ഈ ഭാഗത്ത് പെരുമ്പാമ്പുകളെ പിടികൂടുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശ്രീനാരായണ സഹോദര ധർമ്മവേദി പെരിങ്ങോട്ടുകുറിശി ശാഖ അംഗത്വ വിതരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ധർമ്മവേദി ജില്ലാ പ്രസിഡന്റ് P. ഉണ്ണികൃഷ്ണൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ശാഖാ കൺവീനർ കൈലാസനാഥൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി R. ശിവദാസൻ പെരുവെമ്പ്, ശശിധരൻ കുത്തനൂർ, ഉദയകുമാർ കോട്ടായി, കുഞ്ചു കാവശ്ശേരി, ഉണ്ണികൃഷ്ണൻ കാവശ്ശേരി, പാണ്ടിയോട് പ്രഭാകരൻ, നാരായണൻ യാക്കര, ഭരതൻ ഒറ്ററുകാട്, വാസുദേവൻ മനക്കൽപ്പടി, ബിന്ദു സുരേഷ് തൂവക്കാട്, ഹരിദാസൻ കുന്നത്തുപറമ്പ്, കനകലത കുന്നത്തുപറമ്പ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നാരായണീയ പാരായണ യജ്ഞം നടന്നു. നാരായണീയ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു യജ്ഞം സംഘടിപ്പിച്ചത്. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നാരായണീയ സമിതിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു നാരായണീയ പാരായണ യജ്ഞം സംഘടിപ്പിച്ചത്. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്ര സേവാ സമിതി രക്ഷാധികാരി PN രാമൻ നേരത്തെ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. R. മീന, VP മാധവിക്കുട്ടി, K. ഇന്ദിര, PT ഗീത, P. പത്മാവതി, C. വേണുഗോപാൽ, K. രാമേന്ദ്രൻ, N. മാധവചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വളത്തൂർ നഗർ ഏരിയ കമ്മിറ്റി പ്രവർത്തക യോഗവും CR ജയൻ അനുസ്മരണവും ചെറുതുരുത്തിയിൽ നടന്നു. AKTA തൃശൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു. AKTA തൃശൂർ ജില്ലാ ട്രഷററായിരുന്ന CR ജയന്റെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. പ്രവർത്തക യോഗം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എടവിലങ്ങ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തൊഴിലാളികൾ അത് ഓരോ ഭാഗങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന നാളുകളിൽ നമ്മുടെ സംഘടന അല്ലെങ്കിൽ സംഘടനയുടെ കീഴിലുള്ള AKTA വാർഷിക സാന്ത്വന പദ്ധതിയായാലും നാം ഇപ്പോൾ കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്ത വേൾഡ് അന്താരാഷ്ട്ര നിലവാരത്തിൽ മാർക്കറ്റ് പിടിക്കാവുന്ന തലത്തിൽ ടൈലറിംഗ് ലേബർ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ പുറത്തിറക്കിയിട്ടുള്ള ടൈലർ ടച്ച് ബ്രാൻഡഡ് വസ്ത്രനിർമ്മാണ രംഗത്തേക്ക് നമ്മൾ എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കും. ഏരിയ പ്രസിഡന്റ് MK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ
ഭാവി പ്രവർത്തനത്തെക്കുറിച്ച് MT രമ്യ വിശദീകരിച്ചു. വൈസ് പ്രസിഡന്റ് M ദാമോദരൻ, ഭാരവാഹികളായ രജനി, ബിന്ദു തുടങ്ങിയവർ പ്രസംഗിച്ചു. VV ശാന്തി സ്വാഗതവും KV രജനി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അമ്പലപ്പാറ കടമ്പൂരിൽ MR മാധവൻ അനുസ്മരണ ദിനം ആചരിച്ചു. 25ാമത് അനുസ്മരണ ദിനാചരണം CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം KP ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശത്തുള്ള ആളുകളെ മുഴുവൻ അതിലൂടെ സമൂഹത്തിൻ്റെ സമൂലമായ മാറ്റത്തിലൂടെ ഈ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല സാമൂഹിക തിന്മകൾക്കും അനീതികൾക്കുമെതിരെ ശബ്ദമുയർത്താനും പ്രതികരിക്കാനും കഴിയുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ പാർട്ടി പ്രവർത്തനം എത്രത്തോളം ദുഷ്കരമായിരുന്നു, ആ ദുഷ്കരമായിരുന്ന കാലഘട്ടത്തിൽ ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ലാതെ തന്നെ വളരെയധികം യാതനകൾ അനുഭവിച്ചുകൊണ്ട്, ത്യാഗം അനുഭവിച്ചുകൊണ്ട് പാർട്ടിക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ പ്രവർത്തിച്ച പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, സർവീസ് ബാങ്ക് പ്രസിഡന്റ്, ഒറ്റപ്പാലം കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ്, CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ ദീർഘകാലം പൊതുരംഗത്ത് നിറഞ്ഞുനിന്ന വ്യക്തിത്വമാണ് MR മാധവൻ. അനുസ്മരണ യോഗത്തിൽ TP രാജേഷ് അധ്യക്ഷത വഹിച്ചു. CC രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. KV സോമസുന്ദരൻ, TP ചുക്രൻ, S സഞ്ജീവ്, പ്രീത മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു. MR ബിജു സ്വാഗതവും A മോഹൻദാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാണിയംകുളം യൂണിറ്റ് കുടുംബസംഗമം സെപ്റ്റംബർ 5-ന് വാണിയംകുളം ലച്ചൂസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര സംഗമം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെൻഷൻ വിതരണം, യൂണിറ്റിലെ 400-ൽ കൂടുതൽ പേർക്ക് ഓണക്കോടി വിതരണം, സംസ്ഥാന ജില്ലാ നേതാക്കളെ ആദരിക്കൽ, മെമ്പർഷിപ്പ് ലിസ്റ്റ് പ്രകാശനം, കുടുംബ സഹായനിധിയുടെ പ്രഖ്യാപനം എന്നിവ കുടുംബസംഗമത്തോടനുബന്ധിച്ച് നടക്കും. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും. വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി, ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ തുടങ്ങിയവർ പങ്കെടുക്കും. വ്യാപാരികളെ ആദരിക്കലും, വ്യാപാരിക്ക് ഒരു വാർഷിക പെൻഷൻ കൊടുക്കുക, എല്ലാ മെമ്പർമാരെ ആദരിക്കുക എന്നുള്ള ചടങ്ങുകളൊക്കെ ഇവിടെ വാണിയംകുളം യൂണിറ്റിന് ഇല്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ്. നമ്മൾ അധികാരത്തിൽ വന്ന ആ ടൈമിൽ തന്നെ ഒരു വ്യാപാരിയുടെ ഒരു വർഷം അല്ലെങ്കിൽ വർഷം തുടങ്ങുമ്പോൾ തന്നെ ആ ന്യൂ ഇയർ പരിപാടിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. അന്നും ഇവിടെ പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയായി മാറി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാണിയംകുളം യൂണിറ്റ് പ്രസിഡന്റ് TA മുഹമ്മദ് ഷാജഹാൻ, വൈസ് പ്രസിഡന്റുമാരായ TK വിനിൽകുമാർ, K പ്രദീപ് കുമാർ, ട്രഷറർ PT കൃഷ്ണകുമാർ, ജോയിന്റ് സെക്രട്ടറി P ജയകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വടക്കാഞ്ചേരി യൂണിവേഴ്സ് ചാപ്റ്റർ ഓട്ടുപാറയിൽ 5-ന് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ സൗജന്യമായിരിക്കുമെന്ന് സംഘാടകർ ചേലക്കരയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 4-ന് ഓട്ടുപാറ ഡലീസ റീജൻസിയിലാണ് ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ റഫറൽ ബിസിനസ് ഗ്രൂപ്പാണ് യൂണിവേഴ്സ് ചാപ്റ്റർ എന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മെഗാ ജോബ് ഫെയറിൽ 20-ൽ പരം കമ്പനികൾ പങ്കെടുക്കും. ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ സൗജന്യമാണ്. നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് വടക്കാഞ്ചേരി ഡലീസ റീജൻസിയിൽ വെച്ചിട്ടാണ്. രാവിലെ 10 മണി മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. 12:30 വരെയാണ് ഈ പരിപാടി ഉണ്ടാകുക. ഏകദേശം 2-2.5 മണിക്കൂറാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അവിടെ വരുന്ന ഉദ്യോഗാർത്ഥികൾ ആദ്യം ഒരു ബഞ്ച് ഓഫ് CV, ഒരു 5-6 CV കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് പല തസ്തികകളിലേക്കും ഒരേ സമാനമായ തസ്തികകളിലേക്കും പല കമ്പനിക്കാരും റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. വാർത്താസമ്മേളനത്തിൽ P യൂണിവേഴ്സ് പ്രസിഡന്റ് MH ഷാനവാസ്, പ്രദീപ്, കോർഡിനേറ്റർമാരായ ജെയിൻ ജോസ്, രതീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചേലക്കര വെങ്ങാനല്ലൂർ ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെ മിൽമ ഷോപ്പ് സെപ്റ്റംബർ 5-ന് മേപ്പാടത്ത് പ്രവർത്തനം ആരംഭിക്കും. മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ MT ജയൻ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ക്ഷീരസംഘം ഭാരവാഹികൾ ചേലക്കരയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മിൽമയുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ മിൽമ ഷോപ്പിൽ ലഭ്യമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷീര വ്യവസായ രംഗത്തെ സമഗ്ര പുരോഗതിയാണ് ഇത്തരം സംരംഭങ്ങളുടെ ലക്ഷ്യം. ചേലക്കര കോൺവെന്റിന് സമീപം മിൽമ ബ്രാഞ്ച് ഓഫീസിനോട് ചേർന്ന്
മികച്ച സൗകര്യങ്ങളോടെയാണ് മിൽമ ഷോപ്പി സജ്ജീകരിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ ആദ്യ വിൽപ്പന നടത്തും. ക്ഷീരകർഷകരും പൗരപ്രമുഖരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മൾ കൊടുക്കുന്ന പാലിനും തൈരിനും അതുപോലെ തന്നെ ഉദ്ഘാടന ദിവസം നൽകുന്ന മിൽമ പേടയ്ക്കും, മിൽമ പേട ഒരു പാക്കറ്റ് എടുത്താൽ നമ്മൾ ഉദ്ഘാടന ദിവസം ഒരു പാക്കറ്റ് സൗജന്യമായിട്ട് കൊടുക്കും. പാലിനും തൈരിനും വിപണി വിലയേക്കാൾ മാർക്കറ്റിംഗ് വിലയേക്കാൾ 2 രൂപ കുറച്ചാണ് നമ്മൾ പ്രാഥമികമായിട്ട് സംഘത്തിൽ നിന്ന് വിതരണം ചെയ്യുന്നത്. അത് ഒരു പുനഃക്രമീകരണം ഉണ്ടാകുന്നവരെ അതേ വിലയിൽ തന്നെ തുടരും. ബ്രാഞ്ച് സെക്രട്ടറി നമിത N. കുമാർ, സംഘം പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇടത് ഐക്യമുന്നണികൾ കേരളത്തിന്റെ സംസ്കാരം നശിപ്പിച്ചെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ. മോദിയെപ്പോലെ കേരളത്തെ പരിഗണിച്ച മറ്റൊരു പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പാലക്കാട്ട് പൌരപ്രമുഖരുമായി കേന്ദ്രമന്ത്രി കൂടിയായ JP നഡ്ഡയുടെ മുഖാമുഖം. കേരള സർക്കാർ ലക്ഷണമൊത്ത അധോലോക സംഘമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. കേരളത്തിൽ ADGPയുടെ നേതൃത്വത്തിൽ നിയമവിരുദ്ധ ഫോൺ ചോർത്തൽ നടക്കുന്നുവെന്ന PV അൻവർ MLAയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നുവെന്ന് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ. കോൺഗ്രസുമായി അകന്ന CPM സഹയാത്രികനായ AV ഗോപിനാഥ് പാലക്കാട്ട് BJP വേദിയിൽ. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക ഓണത്തിന് മുമ്പ് നൽകണമെന്ന് കേരള ആർട്ടിസാൻസ് യൂണിയൻ CITU. ഇതുൾപ്പെടെ 8 ആവശ്യങ്ങൾ ഉന്നയിച്ച സംസ്ഥാന വ്യാപക പ്രതിഷേധം. താലൂക്ക് ഓഫീസുകളിലേക്ക് തൊഴിലാളികളുടെ മാർച്ചും ധർണയും. കാപ്പ നിയമ ലംഘനത്തിനെതിരെ തൃശൂർ ജില്ലയിൽ ശക്തമായ നടപടിയുമായി പോലീസ്. പ്രവേശന വിലക്ക് ലംഘിച്ച് നാട്ടിലെത്തിയ ചേലക്കര സ്വദേശി അറസ്റ്റിൽ. പിടിയിലായത് ചേലക്കര പോലീസിന്റെ റൌഡി ലിസ്റ്റിലുള്ള പരക്കാട് രവിഭവനിൽ 37 വയസ്സുള്ള അജീഷ്. ദേശമംഗലത്ത് വീട്ടിൽ അനധികൃതമായി സൂക്ഷിച്ച മദ്യശേഖരവുമായി മധ്യവയസ്കൻ അറസ്റ്റിൽ. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തന സജ്ജമാക്കണമെന്ന് മുസ്ലിം ലീഗ്. ഡയാലിസിസ് യൂണിറ്റിനായി കെട്ടിടം നിർമ്മിച്ച് 2 വർഷമായിട്ടും തുടർ പ്രവർത്തനമില്ലാത്തത് പ്രതിഷേധാർഹം. കിഡ്നി രോഗികൾക്ക് പട്ടാമ്പി നഗരസഭ 3 വർഷം മുമ്പ് പ്രഖ്യാപിച്ച 4000 രൂപ പ്രതിമാസ ധനസഹായം ഇന്നേവരെ ആർക്കും ലഭിച്ചില്ലെന്നും ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി. ഒറ്റപ്പാലം വരോട് ഡാർക്ക് സ്റ്റോൺ ക്വാറിക്കെതിരെ CPM നേതൃത്വം നൽകുന്ന ജനകീയ സമരസമിതി. പരിസ്ഥിതിക്കും ജനജീവിതത്തിനും ഭീഷണിയായ ക്വാറി പ്രവർത്തനം അവസാനിപ്പിക്കണം. 3, 4 തീയതികളിൽ ക്വാറിക്ക് മുന്നിൽ രാപ്പകൽ സമരം. 7 നിമിഷവും പാലക്കാടിനെയും പ്രകൃതി ദുരന്തം വിഴുങ്ങാമെന്ന് കാൻഫഡ്. അനധികൃത നിർമ്മാണവും നിയമവിരുദ്ധ ക്വാറി പ്രവർത്തനവും തടഞ്ഞില്ലെങ്കിൽ ജില്ലയെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമെന്ന് കാൻഫഡ് ഭാരവാഹികൾ. ദുരന്ത സാധ്യത സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് കൈമാറും. 7 പാലക്കാട്ട് ഭൌമശാസ്ത്രജ്ഞനും പരിസ്ഥിതി പ്രവർത്തകരും പങ്കെടുക്കുന്ന സെമിനാർ നടത്തുമെന്നും ഭാരവാഹികൾ. ഭൌതിക രക്തസാക്ഷികളുടെ സ്മരണയിൽ കുഴൽമന്നത്ത് കേരള യുക്തിവാദി സംഘത്തിന്റെ സംവാദം. യുക്തിവാദി സംഘം ജില്ലാ കമ്മിറ്റി സംവാദം സംഘടിപ്പിച്ചത് തലമുറ വ്യത്യാസം, സംഘർഷവും സമന്വയവും എന്ന വിഷയത്തിൽ. തലമുറകൾ തമ്മിലുള്ള ആശയ സംഘർഷം കാലത്തിന്റെ അനിവാര്യതയെന്ന വിലയിരുത്തൽ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പട്ടാമ്പി റീജിയണൽ സെന്റർ സെപ്റ്റംബർ 9 പ്രവർത്തനം ആരംഭിക്കും. സെന്റർ പ്രവർത്തിക്കുക ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ പരിഷ്കാരങ്ങൾക്ക് രൂപം നൽകിയാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനമെന്ന് അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.